ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം അതിൻ്റെ 6th പാർട്ടാണ് ഇടുന്നത്. ലെറ്റ് us examine the various sections of society participated in civil disobedience movement. അപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമലംഘനം, നിയമത്തെ അനുസരിക്കാതിരിക്കുക, അതാണ് സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൽ ഒരുപാട് സെക്ഷൻസിലുള്ള ആളുകളും പല സെക്ഷനിൽ പെടുന്ന ആളുകളും പങ്കെടുത്തു. ഏതൊക്കെയാണ്? പെസൻസ്, ലേബറേഴ്സ്, ട്രൈബൽ പീപ്പിൾ, വിമൻ, ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. ഇനി ഓരോരുത്തരും ഏതെല്ലാം രീതിയിലാണ് എതിർത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പഠിക്കാനുള്ളത് പെസൻസ് ആണ്. പെസൻസ് റിഫ്യൂസ് ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ് ആൻഡ് റെൻറ്റ് ടു ദ ലാൻഡ് ലോഡ്. ഇപ്പോൾ ലാൻഡ് ലോഡിന് റെൻറ്റ് നൽകാതെയും ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാതെയുമാണ് പെസൻസ് ഈ ഒരു മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതായത് ആ നിയമത്തെ ലംഘിച്ചു. റെൻറ്റ് കൊടുക്കണം ലാൻഡ് ലോഡിന് എന്നുള്ള കാര്യം അവഗണിച്ചു. അതുപോലെ തന്നെ ഗവൺമെൻറ് ടാക്സ് നൽകുന്ന കാര്യം അവർ റിഫ്യൂസ് ചെയ്തു. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലും വേരിയസ് സെക്ഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിൽ പെസൻസ്, ലേബറേഴ്സ്, ട്രൈബൽ പീപ്പിൾ, വിമൻ, ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റിന് പകരം നമ്മളവിടെ പഠിച്ചത് സ്റ്റുഡൻസ് ആണ്. ഇവിടെ ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം സ്റ്റുഡൻസ് ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം പെസൻസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? അവർ ജൂട്ട് കൾട്ടിവേഷൻ ഒഴിവാക്കി, പകരം പെസൻസ് റൈസ് ആൻഡ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അവർ പങ്കാളികളായത്. എന്നാൽ ഇവിടെ ഗവൺമെൻറ് ടാക്സ് നൽകാതെയും ലാൻഡ് ലോഡിന് റെൻറ്റ് നൽകാതെയുമാണ് അവർ ഈ ഒരു പ്രക്ഷോഭത്തിൽ, ഈ ഒരു മൂവ്മെൻറ്റിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ലേബറേഴ്സ്. ഇപ്പോൾ ലേബറേഴ്സ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലും ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ദേ വെൻറ്റ് ഓൺ സ്ട്രൈക്ക്. സോ ദ ലേബറേഴ്സ് സ്ട്രൈക്ക് അറ്റ് ഷോലാപൂർ, മഹാരാഷ്ട്ര. ഇറ്റ് ബിക്കം ടേൺ വയലൻറ്റ്. ഇപ്പോൾ ഇവർ സമരങ്ങൾ നടത്തുക ചെയ്ത്. ഇപ്പോൾ നോൺ കോപ്പറേഷൻ അതുപോലെ സിവിൽ ഡിസൊബീഡിയൻസിലും ലേബറേഴ്സ് എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്തു. നെക്സ്റ്റ് ട്രൈബൽ പീപ്പിൾ. ഇപ്പോൾ സെയിം കാര്യം തന്നെയാണ് ട്രൈബൽ പീപ്പിൾ ചെയ്തിട്ടുള്ളത്. അവർ ഫോറസ്റ്റിലുള്ള റിസോഴ്സസൊക്കെ കളക്ട് ചെയ്തു. കാരണം ബ്രിട്ടീഷുകാർ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു. അങ്ങനെയാണ് അവർ സിവിൽ ഡിസൊബീഡിയൻസ് അതുപോലെ നോൺ കോപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ദേ വെൻറ്റ് ഇൻ ടു ദ ഫോറസ്റ്റ് ടു കളക്ട് റിസോഴ്സസ് ആൻഡ് ഡിഫൈൻ ഫോറസ്റ്റ് ലോസ്. നെക്സ്റ്റ് വിമൻ. വിമൻ എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? അത് നമ്മൾ പഠിച്ചതാണ്. അവരെന്ത് ചെയ്തു? ദേ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് ദേ ബോയ്ക്കോട്ടഡ് ഫോറിൻ ഗുഡ്സ് ആൻഡ് കളക്ട് ആൻഡ് ബേൺ ഫോറിൻ ക്ലോത്ത്സ്. ഇവിടെ സ്ത്രീകൾ ചെയ്ത കാര്യം എങ്ങനെയാണ്? ഇവിടെ സ്ത്രീകൾ ഈ ഒരു മൂവ്മെൻറ്റിൽ സോൾട്ട് മേക്കിംഗ് നടത്തി, അതായത് ഉപ്പ് നിർമ്മാണം നടത്തി. അതുപോലെ പിക്കറ്റിംഗ് ഷോപ്സ് ദാറ്റ് സോൾട്ട് ഫോറിൻ ഗുഡ്സ്, ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളെല്ലാം പിക്കറ്റ് ചെയ്തു. നെക്സ്റ്റ് ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. ദേ റെഫ്യൂസ് ടു ബൈ ഓർ സെൽ ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ്. അപ്പം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ, വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കുന്നതിലും അവർ മടി കാണിച്ചു, അല്ലെങ്കിൽ അവരത് ചെയ്യാതെ നിന്നു. ദേ റെഫ്യൂസ് ചെയ്തു. അത് അവർ ഒഴിവാക്കി. സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും, ഏത് സാധനങ്ങൾ? ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കാര്യം ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്, അതായത് വ്യാപാരികൾ ഒഴിവാക്കി. ഇനി നമുക്ക് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. അതാണ് നെക്സ്റ്റ് പേജിൽ. പീസ് ടോക്സ്, സമാധാന ചർച്ചകളുണ്ടായി. എന്തൊക്കെയാണ് സമാധാന ചർച്ചകൾ? റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ ഇറ്റ് കൺവിൻസ്ഡ് ബ്രിട്ടീഷേഴ്സ് ദാറ്റ് ഇറ്റ് വാസ് ഇന്നെവിറ്റബിൾ ടു ട്രാൻസ്ഫർ അറ്റ്ലീസ്റ്റ് സം പവർ ടു ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്? ട്രാൻസ്ഫർ സം പവർ ടു ഇന്ത്യ. ഇന്ത്യക്ക് കുറച്ച് പവർ കൊടുക്കണം, അതായത് ഇന്ത്യക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചൊക്കെ ചെയ്തു കൊടുക്കണം എന്നായി ബ്രിട്ടീഷേഴ്സ്. അതിന് കാരണം എന്താണ്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ നടക്കുന്നത്. അത് നമ്മുടെ കോൺഗ്രസ് എന്ത് ചെയ്തു? ദേ ബോയ്ക്കോട്ടഡ് ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അവർ വീണ്ടും റൗണ്ട് ടേബിൾ കോൺഫറൻസ് സെക്കൻഡ് ടൈം വിളിച്ചു കൂട്ടി. ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അത് അൺസക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഈ ഒരു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുത്തു. അതുപോലെ തന്നെ ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്തത് ഈ ഒരു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് 1931. ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്ത് 1931. ഈ ഒരു പാക്ട് അനുസരിച്ച് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തു, അതായത് നിയമലംഘനം അവിടെ നിർത്തിവെച്ചു. അപ്പോൾ ഈ ഒരു ഗാന്ധി ഇർവിൻ പാക്റ്റിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള കാര്യം എന്താണ്? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്.
അതായത് പീസ് ടോക്കിൻ്റെ ഭാഗമായി നടന്ന ഒരു കാര്യമാണ് ഗാന്ധി ഇർവിൻ പാക്ട്. സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഗാന്ധി ഇർവിൻ പാക്ട്. അതുപോലെ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുള്ളതും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പല ആളുകളും പല രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുത്തിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒന്നായിരുന്നു ആംഡ് സ്ട്രഗിൾ, അതായത് വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് ദ പാത്ത് ഓഫ് ആംഡ് സ്ട്രഗിൾ. സം പീപ്പിൾ അഡോപ്റ്റഡ് പാത്ത് ഓഫ് റെവല്യൂഷൻസ്. ഇപ്പോൾ ചില ആളുകൾ റെവല്യൂഷണറി മാർഗമാണ് അഡോപ്റ്റ് ചെയ്തത്. അതിൽ അധികവും യങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു ഈ റെവല്യൂഷണറി മെത്തേഡിലുള്ള ഫ്രീഡം സ്ട്രഗിൾ നടത്തിയിരുന്നത്. അതിനുള്ള കാരണം എന്താണ്? റഷ്യൻ റവല്യൂഷൻ്റെ വിജയമാണ്. 1917 റഷ്യൻ റവല്യൂഷൻ വിജയിച്ചു. ഇത് ചെറുപ്പക്കാരെ ആ രീതി സ്വീകരിക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചു. അതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തിവെച്ചതും യൂത്തിനെ വളരെയധികം ഇറിറ്റേറ്റഡ് ആക്കി. അത് കാരണം തന്നെ പല പാർട്ടീസും ഫോം ചെയ്തു. അങ്ങനെ അവർ ഒരു റെവല്യൂഷണറി മാർഗം തന്നെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ് HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1924 1924 ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു അസോസിയേഷനാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. C.R. ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു ഫോം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് 1923 സ്വരാജ് പാർട്ടി. അപ്പോൾ ഇവിടെ റെവല്യൂഷണറി ആയിട്ടുള്ള ആളുകൾ ഫോം ചെയ്തിട്ടുള്ള സംഘടനയാണ് HRA, അതായത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പോൾ ഈ ഒരു അസോസിയേഷന് വേണ്ടുന്ന ഫണ്ട് അവർ ഖഗോരി റെയിൽവേ റോബ് ചെയ്തിട്ടാണ് അതിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തിയത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തിയത് കൊള്ളയടിച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഖഗോരി റെയിൽവേ ഇൻസിഡൻറ്റിന് ശേഷം ഈ ഒരു റെവല്യൂഷണറി ആക്ടിവിറ്റീസ് എല്ലാം കുറയാണ് ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം ഭഗത് സിംഗ് വന്നതിന് ശേഷമാണ് വീണ്ടും റെവല്യൂഷണറി ആക്ടിവിറ്റീസ് വളരെയധികം വർദ്ധിച്ചത്. അപ്പോൾ അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഇത്. ഈ ഒരു അസോസിയേഷൻ്റെ കൂടെ ഒരു സോഷ്യലിസ്റ്റും കൂടെ ചേർന്നു, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ് ഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു അസോസിയേഷന് 2 പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ബോംബിട്ടു. അതിൻ്റെ ഫലമായിട്ട് ഭഗത് സിംഗിനെ, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. 1931 അവരെ മാർച്ച് 23 അവരെ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഇവരെ 3 പേരെയും തൂക്കിക്കൊന്നു. കാരണം എന്താണ്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ അവർ ബോംബിട്ടു. പിന്നീടുള്ള ഒരു ആക്ടിവിറ്റി സോണ്ടേഴ്സ് എന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ ലാത്തി ചാർജിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ലാലാ ലജ്പത് റായ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായ ആ ഒരു പോലീസുകാരനെ വെടിവെച്ച് കൊന്നു. ഈ 2 ആക്ഷൻസാണ് ഇവർ HSRA നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ വിമൺ റെവല്യൂഷണറീസ് ഉണ്ടായിരുന്നു. സോ ദീസ് റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ആർ പ്രോമിനൻ്റ് ഇൻ ബംഗാൾ. അപ്പം റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ബംഗാളിലായിരുന്നു വളരെ ശക്തമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് യൂത്തിൻ്റെ ഇടയിലായിരുന്നു ഈ ഒരു റെവല്യൂഷണറി ആക്ടിവിറ്റീസ് നടന്നിരുന്നത്. ഇപ്പോൾ റഷ്യൻ റവല്യൂഷൻ്റെ വിജയവും നോൺ കോപ്പറേഷൻ്റെ വിഡ്രോവലും കാരണമാണ് ഈ ഒരു റെവല്യൂഷണറി മൂവ്മെൻറ്റിലേക്ക് യങ്സ്റ്റേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ ഇതിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തി എങ്ങനെയാണ്? UPയിലെ ഖഗോരി റെയിൽവേ സ്റ്റേഷനിലുള്ള കൊള്ളയടി വഴിയാണ് അവർ സാധനങ്ങൾ കൊള്ളയടിച്ചു. അപ്പോൾ അതിന് വേണ്ടുന്ന ഫണ്ട് അവരങ്ങനെ കണ്ടെത്തി. ഇത് ഗവൺമെൻറ്റിനെ ഷോക്ക് ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.